Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. Commit your way to the Lord. നിങ്ങളുടെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. Amen. അതൊരു ഭയങ്കര വചനമാണ്. It's a powerful word of God. നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ പദ്ധതികളെ, നിങ്ങളുടെ ആലോചനകളെ ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. Commit all your paths, commit all your thoughts and commit everything in front of God. Psalms chapter 37 verse 5. സങ്കീർത്തനങ്ങൾ 37 അതിന്റെ 5. Commit your way to the Lord. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. Trust also in him and he shall bring it to pass. അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ ദൈവം അതിന്റെ വാഗ്ദത്ത നിവർത്തിയിൽ എത്തിക്കും. The child of God who trusts upon God and he will take him to the fulfillment of his promises. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. And if you trust God, God will take over whatever the things you need in your life. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ എന്ന് പറഞ്ഞാൽ The word of God, the Bible begin itself in the beginning. ദൈവം എന്ത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്? ആദിയിൽ. God started with a particular word in the beginning. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളുടെയും ആദിയിൽ ദൈവത്തെ നിർത്തുക. And all your path in the beginning you have to place God. നിങ്ങളുടെ എല്ലാ വഴികളുടെയും ആരംഭം കർത്താവിന് കൊടുക്കുക. And all your paths in the beginning you submit into the hand of God. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും. And it's going to become a great blessing in your life. John chapter 1 verse 1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. In the beginning was the word and the word was with God and the word was God. ആമേൻ. ഒരു സമയത്തൊക്കെ ഞാൻ അവസാനമായിരുന്നു ദൈവമുഖം അന്വേഷിച്ചത്. And once upon a time I used to seek the face of God last. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവസാനം ചെല്ലുന്നിടം വരെ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ അത്രയും സമയം നാം ഒരുപാട് ചലഞ്ചസിലും പ്രശ്നങ്ങളിലൂടെയും പോവുകയാണ്. Now I understood one thing. If I seek the face of God at last, I'm going through a lot of struggles. ആരംഭം മുതൽ, in the beginning itself, ആരംഭം മുതൽ in the beginning itself, ദൈവമുഖം അന്വേഷിക്കുക, അതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. and seek the face of God, that is something great in our life. നാം ബൈബിൾ പഠിക്കുമ്പോൾ when we study Bible, ആരെല്ലാം ദൈവമുഖം അന്വേഷിച്ചിട്ടുണ്ടോ and whoever seek the face of God, അവരുടെ ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. all their life become great blessing. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ in order to get blessing in your life, ഒറ്റ വഴിയേ ഉള്ളൂ. there is only one way. അവന്റെ മുഖം അന്വേഷിക്കുക. seek the face of God. അതുകൊണ്ട് Psalms chapter 34 പറഞ്ഞിരിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. That is the reason Psalms number 34 the Bible says that they look unto him and were lightened and their face were not ashamed. അവന്റെ മുഖത്തേക്ക് നോക്കുക. look into the face of him. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, our Lord, ഈ ജനത്തെ അനുഗ്രഹിക്കണം. bless your children. അങ്ങയുടെ കരം നീട്ടണമേ. Lord, stretch your hand. അങ്ങൊരു മിറാക്കുലസ് വഴി തുറക്കണമേ. Lord, open a miraculous way in front of them. യേശുവിൻ നാമത്തിൽ. In the name of Jesus. Amen. Amen. God bless you. Love you. ഈ ഒരു വർഷം തീരാൻ പോവുകയാണ്. This year is coming to an end. അടുത്ത വർഷം നമ്മളെല്ലാവരും ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. We are not sure whether we will step into another year. എന്നാൽ നമ്മളെല്ലാവരും ഒരു വലിയ പ്രിപ്പറേഷനിലാണ്. But we are all in a preparation. ഞാൻ ഈ ദിവസങ്ങളിൽ ഫാമിലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ As I was praying for families in these days, ഒരുപാട് ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ്. there's a lot of problems in many families. അതുകൊണ്ട് ഫാമിലികളുടെ വിടുതലിന് വേണ്ടി ഒരു ഫാമിലി കോൺഫറൻസ് വെക്കാൻ പോകും. For that reason, for the deliverance of problems in families, we are going to conduct a family conference. ഡിസംബർ 23, 24, 25 ഈ തീയതികളിലാണ്.
December 23rd, 24th, and 25th. In these dates, നിങ്ങൾ എല്ലാവരും വരണം. you all should come. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. You should be useful for the kingdom of God. ഫാമിലിയിലുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്, സമാധാനം ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. You are going to experience the peace and joy in your family life. ദൈവിക രോഗസൗഖ്യം അനുഭവിക്കണം. You need to experience divine healing. നിങ്ങൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. All of you are welcome. You should attend this meeting. God bless you. God bless you.